لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن نبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وآل محمد كما صليت على إبراهيم وآل إبراهيم وبارك على محمد وآل محمد كما باركت على إبراهيم وآل إبراهيم في العالمين إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قالوا من بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരികളെ, തഖ്വയുള്ളവരായിരിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും മുത്തഖികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മതവിശ്വാസികളായി ജീവിക്കുന്ന ആളുകൾ, അധികം ആളുകളും അവരുടെ ജീവിതത്തിൻ്റെ ഏതാണ്ട് അവസാന ഘട്ടത്തിലെത്തുമ്പോൾ വളരെയധികം മാനസിക പ്രയാസമുള്ളവരും സന്തോഷം നഷ്ടപ്പെട്ടവരുമായി കാണപ്പെടാറുണ്ട്. അതിന് കാരണം മരിച്ചു കഴിഞ്ഞാൽ ഖബറിൽ തങ്ങൾ എന്തായിത്തീരും എന്നുള്ള ഭയമാണ്. ആ ഭയം പല വിധത്തിലാണ് പുറത്തു വരിക. ചില ആളുകൾ അത് പറഞ്ഞുകൊണ്ട് തന്നെ കരയുകയോ വെപ്രാളപ്പെടുകയോ ഒക്കെ ചെയ്യും. ചില ആളുകൾക്ക് അതൊന്നും അല്ലാത്ത എന്തെന്നില്ലാത്തൊരു അസ്വസ്ഥതയൊക്കെ കാണാൻ പറ്റും. ഇതിനാക്കം കൂട്ടുന്ന വിധത്തിലാണ് മതപണ്ഡിതന്മാർ എന്ന് പറയുന്ന ആളുകളുടെ പ്രഭാഷണങ്ങളും വിശദീകരണങ്ങളുമൊക്കെ. ഖബറെന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ, മേടയ്ക്കു പകരം മാണമാ സുബ്ഹാന എന്നൊക്കെ പറഞ്ഞ് ഈ ഖബറിനെ പൊലിപ്പിച്ച് പറഞ്ഞ് അതിനകത്തുള്ള ശിക്ഷകളെക്കുറിച്ചൊക്കെ പറഞ്ഞ് മനുഷ്യനെ ഭയപ്പെടുത്തുകയും അസ്വസ്ഥപ്പെടുത്തുകയും ചെയ്യുന്ന വിധത്തിൽ ഉള്ള നരേഷൻസാണ് പലപ്പോഴും ഉണ്ടാകാറുള്ളത്. എന്ന് വെച്ചാൽ സ്വസ്ഥമായി ജീവിക്കാനോ പുരോഹിതന്മാർ അനുവദിക്കില്ല, എന്നാൽ സ്വസ്ഥമായി മരിക്കാനും ഇവരനുവദിക്കാത്ത ഒരവസ്ഥാവിശേഷമാണ്. അതേ സംബന്ധിച്ച് എന്തൊക്കെയാണ് ഖബറിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ മുൻകർ നക്കീർ വരും. ഈ മുൻകർ നക്കീർ എന്ന വാക്കിൻ്റെ അർത്ഥം ആലോചിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും അതാരുണ്ടാക്കിയതാണെന്ന്. മുൻകർ എന്ന് പറഞ്ഞാൽ വെറുക്കപ്പെട്ടവനെന്നും നക്കീർ എന്ന് പറഞ്ഞാൽ ഭീകരനെന്നോ അല്ലെങ്കിൽ ഒറ്റപ്പെട്ടവനെന്നോ ഒക്കെയാണ് അർത്ഥം. രണ്ട് മലക്കുകളുടെ പേരാണത്, മുൻകർ നക്കീർ എന്ന് വെച്ചാൽ ലോകത്തിലുള്ള ഏറ്റവും മോശപ്പെട്ട പേരാണ്. വെറുക്കപ്പെട്ടവൻ, ദുഷിച്ചവൻ എന്നൊക്കെ അർത്ഥമുള്ള മുൻകർ നക്കീർ എന്ന് പേരായ രണ്ട് മാലാഖമാർ വരും. ഇവർ പറയാം, ഇദാ ജാഅക്കൽ മലക്കാനിൽ മുഖറബാനിൽ കരീമാനിൽ അളീമാൻ. ഈ തൽക്കീനുണ്ടല്ലോ, മരിച്ച് മറമാടി എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരാൾ വന്ന് ഇരുന്ന് ഓതും. അപ്പോൾ അയാൾ പറയുന്ന വർത്താനാണ് ഇദാ ജാഅക്കൽ മലക്കാനിൽ മുഖറബാനിൽ കരീമാനിൽ അളീമാൻ. രണ്ട് മലക്കിപ്പം വരും, ഗംഭീരരായ രണ്ട് മലക്കുകൾ. ഇദാ സഅലാക, അവർ നിന്നോട് ചോദിക്കുമ്പോൾ പറയണം. എന്തൊക്കെ ചോദിക്കുക? മൻ റബ്ബുക വമാ ദീനുക വമൻ നബിയുക വമാ ഖിബ്ലതുക എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഫഖുൽ ബിലിസാനിൽ ഫസീഹിൻ, നല്ല സാഹിത്യ ഭാഷയിൽ നീ പറയണം അല്ലാഹു റബ്ബി വ മുഹമ്മദ് നബി എന്നൊക്കെ പറയണം എന്ന് പറഞ്ഞ് തൽക്കീൻ ഓതി കൊടുക്കുന്ന ഏർപ്പാടുണ്ട്. അത് കുറഞ്ഞ ഒരു ചെറിയ വിഭാഗത്തിന്. ഇങ്ങനെ ഖബറിൽ വന്ന് മുൻകറും നക്കീറും ചോദിക്കുമ്പോൾ ചില ആളുകൾക്ക് ഉത്തരം കിട്ടും, ചില ആളുകൾക്ക് ഉത്തരം കിട്ടൂല എന്നൊക്കെയാണല്ലോ ഇവർ പറയുക. ഉത്തരം കിട്ടുന്നയാൾ ഉത്തരം പറയും, ഉത്തരം കിട്ടാത്തയാൾ പറയും ആഹ് ലാ അദിരി എന്ന് പറയും.
അപ്പോൾ ഒരു വടി കൊണ്ടടിക്കും, ഒരു ദണ്ട് കൊണ്ട്. ആ അടി കൊണ്ട് 7-ാം ഭൂമിയുടെ താഴോട്ടങ്ങ് താണു പോകും, പിന്നെയും പൊങ്ങി വരും, പിന്നെയും ചോദിക്കും, പിന്നെ അടിക്കും. ഈ അടി അവസാനം വരെ തുടരുന്നതാണ്. മാത്രമല്ല അവിടെ ശുജാഉൽ അഖ്റ എന്ന് പറഞ്ഞിട്ടൊരു പാമ്പുണ്ട്, 70 തലയുള്ള പാമ്പ്. ആ പാമ്പ് ആണ് ഇയാൾക്ക് പിന്നെ കൂട്ടിനുണ്ടാവുക, നിലവിളിക്കും എന്നിങ്ങനെ ഒക്കെ പറഞ്ഞ് ആകപ്പാടെ ഖബർ എന്ന് പറയുന്നത് ഒരു ഭീകരമായ അവസ്ഥയുണ്ടാക്കി വെച്ച്, എന്നിട്ട് പിന്നെ അതുമായി ബന്ധപ്പെട്ട് പിന്നെ ബിസിനസ്സാണ്. അതുകൊണ്ട് നിങ്ങൾ ഖബർ സിയാറത്ത് ചെയ്യണം, നിങ്ങൾ വരി, നമുക്ക് പോകാം, നിങ്ങൾ ദ്വാരുന്നാലും പറ്റൂല, നമ്മളൊക്കെ ദ്വാരന്ന് തരും എന്ന് പറഞ്ഞ് പിന്നെ ഉസ്താദുമാരെയും കൂട്ടിയിട്ട് അങ്ങനെ പോകുന്ന ആൾക്കാർ വേറെ. അതുകൂടാതെ മരിച്ചവരുടെ പേരിൽ അങ്ങനെ അത് ചെയ്ത ഖബർ വിശാലമാക്കാനുള്ള പ്രാർത്ഥന വേറെ. ഇങ്ങനെ തുടങ്ങി ഒരു 100,000. അതും കഴിഞ്ഞിട്ടില്ല, പിന്നെ ഖബർ ഇങ്ങനെ ഇടുങ്ങും. ആ 2 ഖബറും ഇങ്ങനെ, ഖബറിൻ്റെ 2 ഭിത്തികളിങ്ങനെ ഇടുങ്ങിയിട്ട് ഇങ്ങനെ കൈകളിങ്ങനെ കോർത്തിട്ട് കാണിക്കുമ്പോൾ ഇതുപോലെ ഇടുങ്ങിയിട്ട് വാരിയല് പരസ്പരം കൊറുക്കപ്പെടും. അത് നല്ലതാണെന്നില്ല, ചീത്തയാണെന്നില്ല, എല്ലാവർക്കും അനുഭവമാണെന്നാണ്. ഈ രീതിയിലൊക്കെ പറഞ്ഞ് ഫലിപ്പിച്ച് ഭയപ്പെടുത്തി സമൂഹത്തെ, വിശ്വാസി സമൂഹത്തെ അസ്വസ്ഥപ്പെടുത്തി മര്യാദക്ക് മരിക്കുക എന്ന ഒരവസ്ഥ പോലും അങ്ങനെ ഉണ്ടല്ലേ. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയത്തൻ മർദിയ. സമാധാനത്തോടെ കൂടി മരിക്കാൻ, ശാന്തമായി മരിക്കാൻ, ആത്മസംതൃപ്തിയോടെ മരിക്കാൻ പോലുമുള്ള അന്തരീക്ഷം ഇല്ലാതാക്കുന്ന പൗരോഹിത്യ വ്യാഖ്യാനങ്ങൾ മനുഷ്യനെ ജീവിത സായംകാലത്ത് അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. എന്നിട്ടിങ്ങനെ അതേക്കുറിച്ച് ആലോചിച്ച് വെപ്രാണപ്പെട്ട് യഥാർത്ഥത്തിൽ ഈ ഖബറുമായി ബന്ധപ്പെട്ട് ഖുർആനിൻ്റെ നിലപാടെന്താണ്? ഇതാണ് നമ്മളിന്ന് പരിശോധിക്കുന്നത്. എന്താണ് ഖബറിലുള്ള മനുഷ്യൻ്റെ അവസ്ഥയെക്കുറിച്ച് ഖുർആൻ പറയുന്നത്? ഖബറിലുള്ള രക്ഷാശിക്ഷകൾ എന്താണ്? അവിടെ രക്ഷയുണ്ട് കേട്ടോ. ഇവർ ശിക്ഷയെക്കുറിച്ച് മാത്രമല്ല പറയുന്നത്. അവിടെ നല്ല മനുഷ്യന്മാരെങ്ങാനും അവിടെ പോയിട്ട് ഉത്തരങ്ങളൊക്കെ പറഞ്ഞാൽ മേലെ നിന്നൊരു ഒരു വിളിയാടം വരും. വനാദ മുനാദി യുനാദി. ഒരാളിങ്ങനെ വിളിച്ചു പറയും. എന്നിട്ടെന്താണ്? സദഖ അബ്ദി, ഇതാ ഇയാൾ പറഞ്ഞതൊക്കെ സത്യമാണ്, അതുകൊണ്ട് അഫ്രിഷു ഫിറാഷം ഫിൽ ജന്ന വഫ്തഹു ലഹു വഫ്തഹ ലഹു ബാബൻ ഇലൽ ജന്ന എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ വിളിച്ചു പറയും. എന്നൊക്കെ പറഞ്ഞ് സ്വർഗത്തിലേക്കുള്ള വാതിൽ തുറന്നു കൊടുക്കും, സ്വർഗത്തിൻ്റെ വിരിപ്പിങ്ങനെ വിരിച്ചു കൊടുക്കും. മറ്റേയാൾക്ക് നരകത്തിൻ്റെ വിരിപ്പ്. അതുകൊണ്ടാണ് ഇവർ ഈ മുസ്ലിയാക്കന്മാരൊക്കെ മരിച്ച വീട്ടിൽ വന്നിട്ട് പ്രാർത്ഥിക്കുമ്പോൾ പറയും, അല്ലാഹുമ്മ ജഅൽ ഖബ്റനാ റൗദത്തൻ മിൻ റിയാദിൽ ജന്ന വലാ തജഅൽ ഖബ്റനാ ഹുഫറത്തൻ മിൻ ഹുഫരിൻ നീറാൻ എന്നൊക്കെ പറയും, പ്രാർത്ഥിക്കും. ഇങ്ങനെ ഖബറിലുള്ള ഈ മാതിരി അതിശയോക്തി കലർത്തി ഭയപ്പെടുത്തുന്ന ഇക്കാര്യങ്ങളെക്കുറിച്ചുള്ള ഖുർആനിൻ്റെ നിലപാടെന്താണ്? എന്താണ് അത് സംബന്ധമായി ഖുർആൻ പറയുന്നത്? ഇതാണ് നമ്മൾ ഇന്നത്തെ ഖുതുബയിൽ പരിശോധിക്കുന്നത്. ഖുർആൻ യഥാർത്ഥത്തിൽ വിശ്വാസകാര്യങ്ങളെ സംബന്ധിച്ച് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. കർമ്മങ്ങളെ സംബന്ധിച്ച് അത്രത്തോളം വ്യക്തമായി ഖുർആൻ പറഞ്ഞിട്ടില്ലെങ്കിലും വിശ്വാസപരമായ ഒരു സംഗതിയും ഖുർആൻ മറച്ചു വച്ചിട്ടില്ല. അത് വ്യക്തമായി പറഞ്ഞിട്ട് അള്ളാഹുവിലുള്ള വിശ്വാസം, പ്രവാചകന്മാരിലുള്ള വിശ്വാസം, കിതാബുകളിലും മാലാഖമാരിലും അന്ത്യനാളിലുമുള്ള വിശ്വാസം, വിചാരണയെ സംബന്ധിച്ച്, സ്വർഗനരകങ്ങളെ സംബന്ധിച്ച് എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഖുർആനിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ വിശ്വാസകാര്യങ്ങൾ ഒരു മനുഷ്യനും ഗവേഷണത്തിലൂടെ കണ്ടെത്താൻ സാധിക്കാത്ത സംഗതിയാണ്. അതുകൊണ്ട് ഖുർആൻ അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഖുർആനിൽ ഖബറിലുള്ള രക്ഷാശിക്ഷകളെ സംബന്ധിച്ച്, ബർസഖി ജീവിതം എന്ന് ഇവർ പറയുന്ന ആ ജീവിതത്തെക്കുറിച്ച്, അവിടെയുള്ള ചോദ്യത്തെക്കുറിച്ച്, അവിടെയുള്ള വിചാരണയെക്കുറിച്ച് ഖുർആനിൽ വല്ലതും പറഞ്ഞിട്ടുണ്ടോ? കാണിച്ചു തരാൻ ഒക്കുമോ? ഇല്ലേ, ഇല്ല. ഖുർആനിൽ ഒരു വാക്ക് ഇതുമായി ബന്ധപ്പെട്ടില്ല. എന്ന് മാത്രമല്ല, ഖുർആനിൽ ഖബർ ശിക്ഷ ഇല്ല എന്നതിനെ സംബന്ധിച്ച്, ഖബറിൽ വിചാരണ ഇല്ല എന്നതിനെ സംബന്ധിച്ച്, ഖബറിൽ അത്തരത്തിലുള്ള അനുഭവങ്ങൾ മനുഷ്യരുണ്ടാവുകയില്ല എന്നതിനെ സംബന്ധിച്ച് 10-ലധികം കൃത്യമായ വ്യക്തമായ ആയത്തുകൾ തെളിവായിട്ട് ഖുർആനിൽ വന്നിരിക്കുന്നു. എന്ന് വെച്ചാൽ വിശ്വാസപരമായ കാര്യങ്ങൾ വിശുദ്ധ ഖുർആനിൽ വ്യക്തമായി ബാക്കിയെല്ലാം പറഞ്ഞിരിക്കെ ഖബറിലുള്ള രക്ഷാശിക്ഷ വിശ്വാസപരമായ സംഗതിയാണ് എന്നതിനാൽ അതിൽ പറയേണ്ടതാണല്ലോ. അതിൽ പറഞ്ഞില്ലെന്ന് മാത്രമല്ല, അതിനെതിരായ തെളിവുകൾ ഖുർആനിലുണ്ട് താനും. നോക്കൂ നിങ്ങൾ, ഖുർആനിൽ സൂറ യാസീനിൽ പറയുന്നു, പരലോകത്ത് എല്ലാവരും ഇങ്ങനെ എഴുന്നേറ്റ് പരലോകത്തെത്തുന്ന സമയത്ത് നിഷേധികളായ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിഷേധികളാണ് കേട്ടോ.
സജ്ജനങ്ങളല്ല, ദുർജനങ്ങൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, അധർമ്മികൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അവർ സ്വയം ആത്മഗതം എന്നോണം ചോദിക്കുന്നൊരു ചോദ്യം, ഖാലു മൻ ബഅസനാ മിൻ മർഖദിനാ ഹാദാ മാ വഅദ റഹ്മാനു വസദഖൽ മുർസലൂൻ. അവർ ചോദിക്കും, ഞങ്ങൾ നന്നായിട്ട് സുഖമായിട്ട് ഉറങ്ങിക്കിടക്കുകയായിരുന്നല്ലോ, ആരാണ് ഞങ്ങളെ ഇപ്പോൾ എഴുന്നേൽപ്പിച്ചത് എന്നവർ ചോദിക്കും. അപ്പോൾ അവരോട് പറയുന്ന മറുപടിയാണ്, ഇതാണ് പ്രവാചകന്മാർ പറഞ്ഞ ദിവസം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, റുഖൂദ് എന്ന വാക്ക് നൗം എന്ന വാക്കിനേക്കാൾ അല്പം കൂടി ആഴമുള്ളതാണ്. നൗം എന്ന് പറഞ്ഞാൽ ഉറക്കം, റുഖൂദ് എന്ന് പറഞ്ഞാൽ വളരെ സുഖകരമായ, വളരെ ആഴത്തിലുള്ള, ആലസ്യം പൂണ്ട ഉറക്കത്തിനാണ് റുഖൂദ് എന്ന് പറയുന്നത്. അതാണ് അവരവിടെ ഉപയോഗിക്കുന്നത്. ഖാലു മൻ ബഅസനാ മിൻ മർഖദിനാ, ഞങ്ങൾ റുഖൂദിലായിരുന്നു, ഞങ്ങൾ നല്ല എല്ലാം മറന്നുറങ്ങുകയായിരുന്നു, ആരാണ് ഞങ്ങൾ ഉണർത്തിയത്? അടിയും ഇടിയും കുഴപ്പവും താഴ്ന്നു പോകും പൊങ്ങി വരലും മുങ്കറും നക്കീറും പാമ്പും മാണവും ഒക്കെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു വർത്തമാനം അവർക്ക് പറയാൻ സാധിക്കുമോ? ഇല്ലല്ലോ, അവർക്കത് പറയാൻ കഴിയില്ല. എന്ന് മാത്രമല്ല, ഖുർആനിൽ മനുഷ്യനെ രക്ഷയ്ക്കും ശിക്ഷയ്ക്കും വിധേയമാക്കുന്നതിനെക്കുറിച്ച് പറയുന്ന ആയത്തുകളെല്ലാം ഒന്നൊന്നായി പരിശോധിക്കുക. അവിടങ്ങളിലെല്ലാം പറയുന്ന സംഗതി, മനുഷ്യനെ ശിക്ഷിക്കണമെങ്കിൽ അള്ളാഹു അവനെ ബോധ്യപ്പെടുത്തിയതിന് ശേഷമാണ്. നീ ഇന്ന കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട്, നീ ഇന്ന തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നീ ഒരിക്കലും സ്വർഗത്തിൽ അവകാശിയല്ല എന്ന് അയാളെ ബോധ്യപ്പെടുത്തിയതിന് ശേഷമാണ് അയാൾ നരകത്തിലേക്ക് അയക്കുന്നത്, ശിക്ഷിക്കുന്നത്. എന്ന് വെച്ചാൽ അള്ളാഹു നീതിപൂർവം കാര്യങ്ങൾ വിലയിരുത്തി ഒരാൾ ശിക്ഷിക്കപ്പെടുന്നുവെങ്കിൽ ആ ശിക്ഷിക്കപ്പെടുന്നത് ഇന്ന കാരണത്താലാണെന്ന് അയാൾക്ക് ബോധ്യമാകുന്ന വിധത്തിൽ അയാളെ ബോധ്യപ്പെടുത്തിയതിന് ശേഷം മാത്രമേ ശിക്ഷ നൽകൂ എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറഹ് വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറഹ്. അണുമണി തൂക്കം നന്മ ചെയ്തവർക്ക് അതും അണുമണി തൂക്കം തിന്മ ചെയ്തവർക്ക് അതും അവിടെ അനുഭവിക്കാൻ സാധിക്കുമെന്നാണ്. ആലോചിച്ച് നോക്കൂ, അങ്ങനെ പരലോകത്ത് നന്മയുടെയും തിന്മയുടെയും പുണ്യവും പാപവും അവിടെ പ്രതിഫലങ്ങൾ നൽകപ്പെടണമെങ്കിൽ അവിടെ വിചാരണ നടക്കണം, കണിശവും കർശനവുമായ വിചാരണ നടക്കണം. അങ്ങനെ വിചാരണ നടക്കാനുള്ള പരലോകം, ആ പരലോകം വരാനിരിക്കെ ഇവിടെ ഒരു താൽക്കാലികമായ ഒരു കോർട്ടുണ്ടാക്കുകയും ആ കോർട്ടിൽ വിചാരണ നടക്കുകയും ഇവിടെ തന്നെ രക്ഷാശിക്ഷകൾ തീരുമാനിക്കുകയും ചെയ്താൽ പിന്നെ പരലോകത്തിൻ്റെ പ്രസക്തി എന്താണ്? അപ്പോൾ ഇതിലൂടെ സംഭവിക്കുന്നത് എന്താണ്? അടിസ്ഥാനപരമായ ഒരു വിശ്വാസത്തെ റദ്ദ് ചെയ്യുകയാണ്, പരലോക വിശ്വാസത്തെ റദ്ദ് ചെയ്യുകയാണ് ഖബറിലുള്ള വിചാരണയും ഖബറിലുള്ള രക്ഷാശിക്ഷകളും. ആലോചിച്ച് നോക്കൂ, ഇവിടെ വെച്ച് തന്നെ കാര്യങ്ങളൊക്കെ തീരുമാനമായാൽ പിന്നെ അവിടെ പോയിട്ടുള്ള വിചാരണ പ്രഹസനമല്ലേ? അവിടെ പോയിട്ടുള്ള വിചാരണയ്ക്ക് എന്തർത്ഥമാണുള്ളത്? മനുഷ്യന്മാർക്ക് അവിടെ പറയാലോ, ഞങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ തീരുമാനമായിട്ടുണ്ട്, എന്നാൽ പിന്നെ ഞങ്ങളത് ഈ സ്വർഗത്തിലേക്ക് അയച്ചു, പിന്നെ എന്തിനാ വെറുതെ ഇവിടെ, അല്ലെങ്കിൽ നരകത്തിലേക്ക് അയച്ചോളൂ. എല്ലാം തീരുമാനമായി കഴിഞ്ഞ് അതെല്ലാം അനുഭവിച്ചിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്, പിന്നെ അതിൻ്റെ ബാക്കി അവിടെ അനുഭവിക്കാനുള്ളത്. അപ്പോൾ അതിന് മറുപടി അതൊക്കെ അങ്ങ് മറന്നു പോകുന്നതാണ്, അതൊക്കെ അങ്ങ് മറന്നു പോകും. ഇവിടെ എത്തുമ്പോഴേക്ക് എല്ലാം മറക്കും, അതൊരു സ്വപ്നം പോലെയാണ്. സ്വപ്നം പോലെയാണെങ്കിൽ പിന്നെ അത് ഇത്ര വലിയ കാര്യമായിട്ട് പറയുന്നത് എന്തിനാ? സ്വപ്നം പോലെയാണെങ്കിൽ പിന്നെ ഇമാതിരി ആരെങ്കിലും നമ്മളാരെങ്കിലും ഉറങ്ങാൻ കിടക്കുമ്പോൾ അള്ളാഹുവെ സ്വപ്നത്തിൽ നിന്ന് എന്നെ കാക്കണേ എന്ന് പ്രാർത്ഥിക്കുവോ? ഉറക്കത്തിൽ പ്രാർത്ഥിക്കുവോ? സ്വപ്നം പോലെയാണെന്ന് പറയുന്നുവെങ്കിൽ അത് അത്രയും ലാഘവമാണെന്നും അതിന് ഇമാതിരി ഒരുക്കങ്ങളൊന്നും വേണ്ടതില്ലെന്നോ അല്ലേ? പിന്നെ ഈ ഇടുക്കത്തെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ, ഇങ്ങനെ ഇതെല്ലാവർക്കും ഉണ്ടത്രേ. അങ്ങനെയാണെങ്കിൽ ഖബറിൽ കിടക്കാത്ത ആളുകളുണ്ടല്ലോ. സീതാറാം യെച്ചൂരിയുടെ ശരീരം ഹോസ്പിറ്റലിലേക്ക് ദാനം ചെയ്തു. ധാരാളം ആളുകൾ കത്തിച്ച് കളയുന്നു, ചാരമായി പോകുന്നു. പലരും വെള്ളത്തിലൊഴുക്കുന്നു, ഈ കടലിലൊക്കെ മരിക്കുന്ന ആളുകൾ വെള്ളത്തിലൊഴുകി പോകുന്നു. ഇവരുടെയൊക്കെ എങ്ങനെ ഈ ഇടുക്കം എങ്ങനെ ഉണ്ടാകും? അപ്പോൾ പറയും അത് അള്ളാഹുവിന് കഴിയുമെന്നാണ്. എന്തിനാണ് ഇങ്ങനെ കഥകൾ പറഞ്ഞ് ഭയപ്പെടുത്തുന്നത്? ഇനിയും നിങ്ങൾ നോക്കൂ, പരലോകത്ത് അള്ളാഹു തആല ഒരാൾക്ക് സ്വർഗവും നരകവും തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ സ്വർഗ നരകങ്ങൾ അയാൾക്ക് ലഭിക്കുന്നത് അപ്പോൾ മാത്രമാണ് അയാൾ അറിയുന്നത്. അതുകൊണ്ടല്ലേ സൂറ കഹ്ഫിൽ പറയുന്നത്, കിതാബ് നൽകപ്പെടുന്ന സമയത്ത് ഇതെന്ത് കിതാബാണ്? ലാ യുഗാദിറു സഗീറത്തൻ വലാ കബീറത്തൻ ഇല്ലാ അഹ്സാഹ. എല്ലാം ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അപ്പോൾ അയാൾ അറിയുന്നത് അപ്പോഴാണ്.
സ്വർഗമാണോ നരകമാണോ ലഭിക്കുക എന്നത് ഒരു മനുഷ്യൻ അറിയുന്നത്, തനിക്ക് രക്ഷയാണോ ശിക്ഷയാണോ എന്നറിയുന്നത് അവിടെ വിചാരണയ്ക്ക് ശേഷമാണ്. അതിനു മുമ്പ് അറിയാനുള്ള ഒരു വകുപ്പും ആർക്കുമില്ല. പക്ഷേ ഇങ്ങനെ ഒരു കഥയുണ്ടാക്കി, എന്നിട്ട് ആ കഥയുണ്ടാക്കി അതിനെ ഇങ്ങനെ പൊലിപ്പിച്ച് കാണിച്ചു. ഇത് പറയുമ്പോൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, അപ്പം നിസ്കാരത്തിൽ നമ്മൾ ചെല്ലുന്ന പ്രാർത്ഥനയോ? നിസ്കാരത്തിൽ നമ്മൾ ചെല്ലുന്ന പ്രാർത്ഥനയുണ്ടല്ലോ, ഞങ്ങളെ ഖബറിൽ നിന്ന് രക്ഷിക്കണം, അദാബുൽ ഖബർ പറയുന്നുണ്ട്, മസീഹുദ് ദജ്ജാൽ പറയുന്നുണ്ട്. അത് അപ്പം നിസ്കാരത്തിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് എന്താണ് മൗലവി പറയുന്നതെന്നാണ്. നിസ്കാരത്തിൻ്റെ പ്രാർത്ഥന യഥാർത്ഥത്തിൽ നോക്കണം. 4 മദ്ഹബുകൾ, അഹ്ലുസുന്നത്തിൻ്റെ 4 മദ്ഹബുകൾ, ഇങ്ങനൊരു പ്രാർത്ഥന റസൂൽ ചൊല്ലിയിട്ടുണ്ടോ എന്നുള്ളത് പഠിക്കേണ്ട വിഷയമാണ് കേട്ടോ. അങ്ങനൊരു പ്രാർത്ഥനയുണ്ടോ? തശഹുദുൽ അഖീർ എന്നാണ് ആ ഇരുത്തത്തിന് പേര്. തശഹുദുൽ അഖീർ, അവസാനത്തെ അത്തഹിയാത്ത് എന്നാണ് നമ്മൾ സാധാരണ പറയാറുള്ളത്. പക്ഷേ അവിടെ കിതാബുകൾ മുഴുവനും ഫിഖ്ഹി കിതാബുകൾ, ഈ പുരോഹിതന്മാർ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള കിതാബുകളിൽ പോലും എഴുതി വച്ചിട്ടുള്ള അത്തഹിയാത്തിന് വേണ്ടി ഇരിക്കുക എന്നല്ല, പിന്നെ തശഹുദുൽ അഖീറിന് വേണ്ടി ഇരിക്കുക എന്നാണ്. തശഹുദുൽ അഖീർ എന്ന് പറഞ്ഞാൽ ഷഹാദത്ത് ചൊല്ലുന്നതിന് വേണ്ടി ഇരിക്കുക എന്നാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്നോ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു എന്നോ ചൊല്ലുന്നതിനാണ് തശഹുദ് എന്ന് പറയുന്നത്. അത് ചൊല്ലാൻ വേണ്ടിയുള്ള ഇരുത്തമാണത്. ആ ഇരുത്തത്തെ സംബന്ധിച്ച് പോലും ഷാഫി മദ്ഹബിലെ ഫർളുള്ളൂ. അവസാനത്തെ അത്തഹിയാത്തിന് വേണ്ടി അല്ലെങ്കിൽ അവസാനത്തെ തശഹുദിന് വേണ്ടി ഇരിക്കുക എന്നുള്ളത് ഷാഫി മദ്ഹബിൽ മാത്രമാണ് ഫർള്. മാലിക്കി മദ്ഹബിൽ അത് സുന്നത്താണ്, ഹനഫി മദ്ഹബിൽ അത് വാജിബ് മാത്രമാണ്. ഇനി അവിടെയും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രമാണ്. അതിനുശേഷം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്ന ഒരു സ്വലാത്തുണ്ട് എന്ന് പറയപ്പെടുന്നു. ആ സ്വലാത്തിന് ശേഷം പിന്നെ പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്ന ഭാഗം ഒന്ന് കേൾക്കണം നിങ്ങൾ. ഹനഫികൾ പറയുന്നു, ഖാല ഉലമാഉൽ ഹനഫിയ, ഹനഫി മദ്ഹബിലെ പണ്ഡിതന്മാർ പറയുന്നു, യുസന്നു അൻ യദ്ഉ ബി അൽഫാദിൽ ഖുർആൻ കഅൻ യഖൂല റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ. അവിടെ ഖുർആനിൽ വന്ന പ്രാർത്ഥനകളാണ് ചൊല്ലേണ്ടത്. ഹനഫികൾ പറയുന്നു ഖുർആനിൽ വന്ന പ്രാർത്ഥനകളാണ്. മാലിക്കികൾ പറയുന്നത് എന്താണെന്നറിയോ? ഖാലു യുൻദബു ദുആഉ ഫിൽ ജുലൂസിൽ അഖീരി ബഅദ സ്വലാത്തി വലഹു അൻ യദ്ഉ ബിമാ ശാഅ മിൻ ഖൈരി ദുനിയ വൽ ആഖിറ. അവസാനത്തെ തശഹുദും സ്വലാത്തും ഒക്കെ കഴിഞ്ഞതിന് ശേഷം അയാൾക്ക് ഇഷ്ടമുള്ളതാണ് പ്രാർത്ഥിക്കേണ്ടത്, അയാൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് മാലിക്കികൾ പറയുന്നു. ഷാഫി മദ്ഹബ് പറയുന്നത്, ഇതൊന്നും ഷാഫി ഇമാമിൻ്റെ അഭിപ്രായമാണെന്ന് വിചാരിക്കരുത് കേട്ടോ. ഷാഫി മദ്ഹബിൽ പിൽക്കാലത്തുണ്ടായിട്ടുള്ള പണ്ഡിതന്മാർ, ആ മദ്ഹബിനകത്ത് ഗവേഷണം നടത്തിയ പണ്ഡിതന്മാർ പറയുന്നത്, യുസന്നു ദുആഉ ബഅദ സ്വലാത്തി അലൻ നബി വ ഖബ്ല സലാമി ബിഖിയരി ദുനിയ വൽ ആഖിറ. ദുനിയാവിലും ആഖിറത്തിലും ഗുണം കിട്ടുന്ന കാര്യങ്ങളാണ് അവിടെ പ്രാർത്ഥിക്കേണ്ടത് എന്നാണ്. ഈ പിന്നീട് വന്ന ഈ ടെക്സ്റ്റുകളൊക്കെ പിൽക്കാലത്തുണ്ടാക്കിയതാണ്. മസീഹുദ് ദജ്ജാൽ കള്ളക്കഥയല്ലേ? എന്ത് ദജ്ജാലിനെ കുറിച്ചാണ് അവർ പറയുന്നത്? ആ ദജ്ജാലിൻ്റെ ഹദീസുകളൊക്കെ നമ്മൾ കേൾക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. ഏതാ ദജ്ജാൽ? പ്രവാചകൻ പണ്ട് ഇബ്നു സയ്യാദ് എന്ന് പറയുന്ന ഒരു കുട്ടിയെ കാണാൻ പോയ കഥ ഉണ്ട്. ഇബ്നു സയ്യാദ് എന്ന് പറയുന്ന ഒരു കുട്ടി മദീനയിൽ ജനിച്ചു. അപ്പോൾ ആ കുട്ടിക്ക് ഒരുപാട് അത്ഭുത കൃത്യങ്ങളൊക്കെ കാണിക്കാനുള്ള കഴിവുണ്ടത്രേ. ഹദീസ് കിതാബുകളിലുള്ള മായാവി കഥയാണിത്. എന്നിട്ട് റസൂലിനോട് ആരൊക്കെയോ വന്ന് പറഞ്ഞപ്പോൾ റസൂൽ പോയി ഞാൻ റസൂലാണെന്നൊക്കെ പറയുന്നു എന്നാണ്. അങ്ങനെ റസൂൽ പോയി, റസൂലിൻ്റെ ഇയാളെ അഭിമുഖീകരിക്കാനൊരു ഭയം, ഇത് കുട്ടിയാണ്. അങ്ങനെ റസൂൽ കൂടെ പോയ ആളെ പറഞ്ഞയച്ചിട്ടൊരു മരത്തിന് പിന്നെ പുറകിൽ നിന്നു. എന്നിട്ട് അയാൾ പോയപ്പോൾ ഈ കുട്ടിയുടെ ഉമ്മ റസൂലിനെ കണ്ടു. അതാ മോനെ മുഹമ്മദ് അവിടെ ഉണ്ട് എന്ന് പറഞ്ഞു, നാണക്കേടായി. എന്നിട്ട് പോയി കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ആ കുട്ടിയാണ് ഇപ്പം പിന്നെ ദജ്ജാലായി വരിക എന്നാണ് കഥ. ഈ ദജ്ജാലിനെ കുറിച്ച് ഇങ്ങനെ അന്തിക്രിസ്തു എന്ന് പറയുന്നൊരു ക്രിസ്ത്യൻ മിത്തോളജി ഉണ്ട്. അന്തിക്രിസ്തു, അതാണ് ഈ ദജ്ജാൽ. ഇതൊക്കെ എവിടുന്ന് വന്നു എന്നൊക്കെ നമ്മളിങ്ങനെ ആലോചിക്കണം, എവിടുന്നാണ് വന്നതെന്നുള്ളത്. ആൻറ്റി ക്രൈസ്റ്റ്, ഇവരുടെ വിശ്വാസം അനുസരിച്ച് ആൻറ്റി ക്രൈസ്റ്റ്. മുസ്ലിങ്ങളുടെ വിശ്വാസം അനുസരിച്ച്, മുസ്ലിങ്ങളെന്ന് പറഞ്ഞാൽ ഈ പുരോഹിതന്മാരുണ്ടാക്കിയ മുസ്ലിം മതം അനുസരിച്ച് ആരാണ് ഈ ദജ്ജാലിനെ കൊല്ലാൻ വരുന്നത്? ക്രിസ്തു വരും. അദ്ദേഹം ആകാശത്തിരിപ്പുണ്ട്, അദ്ദേഹം ഇറങ്ങി വരും. മരിച്ചുപോയില്ലേ ഈസാ നബി? എന്നോ മരിച്ചുപോയില്ലേ? ആ മരിച്ചുപോയ ഈസാ നബിയാണ് ഇറങ്ങി വരേണ്ടത്. എന്നിട്ട് ഇറങ്ങി വരും, എന്നിട്ട് ആൻറ്റി ക്രൈസ്റ്റിനെ കൊല്ലും. ഇതൊക്കെ എവിടെ നിന്ന്? ഇതിൻ്റെയൊക്കെ ഇങ്ങനെ വായിക്കുമ്പോഴാണ് ഇതൊക്കെ ഉണ്ടായ ഉത്ഭവം, ഇതിൻ്റെ ഒക്കെ ഉൽപ്പത്തി എവിടെ നിന്നാണെന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുക. അങ്ങനെ വരും. ആ മസീഹുദ് ദജ്ജാലിനെ കുറിച്ചാണ് ഇവിടെ പ്രാർത്ഥന. അങ്ങനെയുള്ള മസീഹുദ് ദജ്ജാലിനെ കുറിച്ച് പ്രാർത്ഥിച്ച്
ആ മസീഹ് ദജ്ജാലിൻ്റെ ഷർറിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് പ്രാർത്ഥിച്ചിട്ട് പിന്നെ ഈ ഖബർ ശിക്ഷയും ഇല്ലാത്ത ശിക്ഷ, അങ്ങനെ ഒരു സംഭവം എവിടെയുമില്ല. പക്ഷേ അതേക്കുറിച്ച് പ്രാർത്ഥിക്കാൻ നിസ്കാരത്തിൽ നമ്മെ ചട്ടം കെട്ടി. അങ്ങനെ നമ്മുടെ അടിസ്ഥാനപരമായ ഒരു തെറ്റായ പ്രാർത്ഥന ഉണ്ടാക്കുകയും ആ തെറ്റായ പ്രാർത്ഥന നിസ്കാരത്തിൽ പ്ലേസ് ചെയ്യുകയും എന്നിട്ട് അതുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങൾ ഇങ്ങനെ വലിയ പർവ്വത സ്വഭാവത്തിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തു. ഇങ്ങനെയാണ് ഒരു വിശ്വാസത്തെ ഉണ്ടാക്കുന്നത്, ഇങ്ങനെയാണ് ഒരു വിശ്വാസത്തെ സമൂഹത്തിനിടയിലേക്ക് മാനിപ്പുലേറ്റ് ചെയ്യുന്നത്, ഇങ്ങനെയാണ് പ്രോപ്പഗണ്ട ചെയ്യുന്നത്. ആലോചിച്ച് നോക്കണം. അപ്പം നിസ്കാരത്തിൽ പ്രാർത്ഥനയില്ലേ? എത്ര പെട്ടെന്നാണ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക. നിസ്കാരത്തിൽ പ്രാർത്ഥനയില്ലേ? എങ്കിൽ ആലോചിക്കണം, അങ്ങനെ നിസ്കാരത്തിൽ പ്രാർത്ഥിക്കുന്ന എത്ര ശതമാനം മുസ്ലിങ്ങൾ ലോകത്തുണ്ട്? കേരളം പോലുള്ള ഷാഫി മദ്ഹബിൻ്റെ കിതാബുകൾ, ഷാഫി മദ്ഹബിൽ തന്നെ പ്രബലമായ പല കിതാബുകളിലും അതുള്ളത് ലാ ഇലാഹ ഇല്ലാ അന്ത എന്നതുവരെ മാത്രമേ ഉള്ളൂ. ഇനി ഈ പ്രാർത്ഥനയുടെ തുടക്കത്തിലേക്ക് പോയാൽ ഇതിനേക്കാളും രസ. തുടക്കം എങ്ങനെയാണെന്ന് പറയാം. അല്ലാഹുമ്മ ഗ്ഫിർലി മാ ഖദ്ദംതു വമാ അഖർതു വമാ അസ്റർതു വമാ അഅലൻതു. ആ പ്രാർത്ഥനയുടെ അർത്ഥം നോക്കിയേ. അല്ലാഹുമ്മ ഗ്ഫിർലി, പടച്ചോനെ നീ എനിക്ക് പുറത്തു തരണം, മാ ഖദ്ദംതു, ഞാൻ ഇതുവരെ ചെയ്തതൊക്കെയും. ഓക്കെ, അത്രയും ശരിയാണ്, ഒരു കുഴപ്പമില്ല. വമാ അഖർതു, ചെയ്യാൻ പോകുന്നതും. നിസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ അടങ്ങിയിരിക്കില്ല, ഞാൻ പുറത്തിറങ്ങിയിട്ട് തെറ്റ് ചെയ്യാൻ പോവുകയാണ്, അതുകൊണ്ട് അതൊക്കെ ഇപ്പം തന്നെ അഡ്വാൻസ് ആയിട്ട് പുറത്തു തരണം എന്നാണ്. വമാ അഅലൻതു, ഞാൻ പരസ്യമായി ചെയ്തത്. വമാ അസ്റർതു, ഞാൻ രഹസ്യമായി ചെയ്തത്. ഇങ്ങനെ ഉളുപ്പില്ലാതെ അള്ളാഹുവിനെ പരിഹസിക്കുന്ന, പടച്ചവനെ പരിഹസിക്കുന്ന വിധത്തിലുള്ള പ്രാർത്ഥന ഉണ്ടാക്കി വെച്ചിട്ട് ആ പ്രാർത്ഥനയുടെ സ്ട്രക്ചർ അങ്ങനെ അടിയിലോട്ട് പോയാൽ, എന്ന് വെച്ചാൽ പ്രാർത്ഥിക്കുന്നിടത്ത് പോലും ഒരുതരം മര്യാദയില്ലായ്മയാണ് പ്രാർത്ഥനയുടെ സ്വഭാവമായി മുസ്ലിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇത് ഹദീസുകളിലൊക്കെ ഉണ്ട് കേട്ടോ. ഇത് മുസ്ലിമിലുള്ള ഹദീസാണ്. ഈ പ്രാർത്ഥന നിസ്കാരത്തിൽ ചെല്ലാനല്ല, വെറുതെ ഇങ്ങനെ ഒരു പൊതുവായ പ്രാർത്ഥനയായിട്ട് മുസ്ലിം എഴുതി വെച്ച ഒരു പ്രാർത്ഥനയാണിത്. അത് അങ്ങോട്ടൊന്നുമില്ല. അത് ഇത്ര മാത്രം. അല്ലാഹുമ്മ ഗ്ഫിർലി മാ ഖദ്ദംതു വമാ അഖർതു വമാ അസ്റർതു വമാ അഅലൻതു വമാ അൻത അഅലമു ബിഹി മിന്നി എന്നതുവരെയുള്ള പ്രാർത്ഥന, ലാ ഇലാഹ ഇല്ലാ അൻത, അത്ര വരെ മുസ്ലിം പഠിപ്പിച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ ഇങ്ങനെ ഓരോരുത്തരെ കൂട്ടി ചേർത്ത് അങ്ങനെയാണ് ഈ ട്രെയിനിൻ്റെ ബോഗി പിടിപ്പിക്കുന്നത് പോലെ ഒന്നിനോടൊന്നിങ്ങനെ ചേർത്ത് വെച്ചാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരർത്ഥത്തിലും ഇതില്ല. ഇനി നിങ്ങൾ നോക്കൂ, പണ്ഡിതന്മാരിലേക്ക് വരികയാണെങ്കിൽ ഷഅറാവി എന്ന് പറയുന്ന പണ്ഡിതൻ ഈ അടുത്ത കാലത്ത് മരിച്ചുപോയ ആളാണ്. ലോകത്ത് സലഫികൾ ഉൾപ്പെടെ വഹാബികൾ ഉൾപ്പെടെ ലോകത്ത് അംഗീകരിക്കപ്പെടുന്ന, എല്ലാവരും അംഗീകരിക്കുന്ന ഒരു മുഫസ്സിറാണ് ഷഅറാവി. ആ ഷഅറാവി പറയുന്ന കാര്യം എന്താണെന്ന് ആലോചിച്ച് നോക്കൂ. അദ്ദേഹം അർത്ഥശങ്കയ്ക്കിടയില്ലാതെ പറയുന്നു, അൽ ഖബ്റു ലൈസ ഫീഹി അദാബുൻ ലിഅന്നഹു ലാ അദാബ ബഅദ ഇല്ലാ ബഅദൽ ഹിസാബ്. ഖബറിൽ ഒരു തരം ശിക്ഷയുമില്ല. ഷഅറാബി പറയുന്നു. ഇപ്പോൾ യൂട്യൂബിൽ അദ്ദേഹത്തിൻ്റെ വീഡിയോ ഉണ്ട്, അതൊന്ന് കേട്ടു നോക്കിയാൽ മതി. ഖബറിൽ അത്തരത്തിലുള്ളൊരു ശിക്ഷയുമില്ല. ലിഅന്നഹു ലാ അദാബ ഇല്ലാ ബഅദൽ ഹിസാബ്, വിചാരണയ്ക്ക് ശേഷമല്ലാതെ പടച്ചോൻ ആരെയും ശിക്ഷിക്കുകയില്ല എന്നുള്ളതാണ് വാസ്തവം, ഷഅറാബി പറയുന്നു. പക്ഷെ ഇതൊന്നും ഒരു പൗരോഹിത്യത്തിന് പഥ്യമല്ല. കാരണം ജനങ്ങളെ ഖബറിലുള്ള ശിക്ഷ പറഞ്ഞ് ഭയപ്പെടുത്തിയിട്ടാണ്. ഇനി അതൊക്കെ പോട്ടെ, ആലോചിച്ച് നോക്കൂ. ഒരു 90 വയസ്സുള്ള മനുഷ്യൻ മരിച്ചു നോക്കുക. 90 വയസ്സുള്ള മനുഷ്യൻ മരിക്കുമ്പോൾ അയാളുടെ ശരീരം ആ 90 വയസ്സിലുള്ള ശരീരമാണ്. ഇയാൾ 30-ാമത്തെ വയസ്സിലാണ് ഒരു തെറ്റ് ചെയ്തത്. പൊറുക്കപ്പെടാത്ത തെറ്റാണെന്ന് വെച്ചോ. 30-ാമത്തെ വയസ്സിൽ തെറ്റ് ചെയ്ത് അത് കഴിഞ്ഞ് 60 കൊല്ലം ഇയാൾ ജീവിച്ചു. ഈ 30-ാമത്തെ വയസ്സിലുള്ള സെല്ലുകളൊക്കെ മാറി. ആ 30-ാമത്തെ വയസ്സിലുള്ള അയാളുടെ ശരീരം മുഴുവനും മാറി. 60 കൊല്ലം കഴിയുമ്പോഴേക്കും മറ്റൊരു ശരീരമായി, കോലം മാറി, രൂപം മാറി, അവസ്ഥ മാറി, എല്ലാം മാറി. അപ്പോൾ ഈ ഖബറിൽ വെക്കുന്നത് ഏത് ശരീര? 90-ാമത്തെ വയസ്സിൽ ശരീരം. തെറ്റ് ചെയ്തത് ഏത് ശരീര? 30-ാമത്തെ വയസ്സിലെ ശരീരം. ഇയാൾക്ക് അടികൊള്ളുന്നത് ഏത് ശരീരത്തിനാണ്? 90-ാമത്തെ വയസ്സിലുള്ള ശരീരത്തിന്. 30-ാമത്തെ വയസ്സിലുള്ള എല്ലാ കോശങ്ങളും വേറെ പോയില്ലേ? ശരീരപ്രധാനമാണ് ഈ പൗരോഹിത്യത്തിൻ്റെ മത സിദ്ധാന്തം, ശരീരപ്രധാനമാണ്. എന്നാൽ ഖുർആൻ പറയുന്നത് ആത്മപ്രധാനമായ ഒരു മതസിദ്ധാന്തമാണ്. ഇത് രണ്ടും വളരെ വ്യത്യാസമുണ്ട്. ശരീരത്തെയാണ് ഇവർ പറയുന്നത്. ഖുർആൻ പറയുന്നത് ശരീരമല്ല, അത് ആത്മാവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ചാണ് ഖുർആൻ സംസാരിക്കുന്നത്. ശരീരം ഒരു വാഹനം മാത്രമല്ലേ? ശരീരമെന്ന് പറയുന്നത് ഈ ആത്മാവിനെ വഹിച്ചുകൊണ്ട് ഈ ലോകത്ത് ജീവിക്കുന്ന വെറുമൊരു വാഹനം. അതിങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ജനിച്ച നമ്മളാണോ ഇപ്പോൾ ഉള്ളത്? ശരീരം വെച്ച് നോക്കിയാൽ അല്ല.
ജനിച്ച നമ്മളാണ് ഇപ്പോൾ ഉള്ളത്. ആത്മാവ് വെച്ച് നോക്കിയാൽ, ശരീരം വെച്ച് നോക്കിയാൽ നമ്മൾ മാറി. 10 കൊല്ലം കഴിഞ്ഞാൽ ഇനിയും നമ്മൾ മാറും. 20 കൊല്ലം കഴിഞ്ഞാൽ പിന്നെയും മാറും. ഓരോ മാസത്തിലും ഓരോ വർഷത്തിലും നമ്മളിങ്ങനെ നിരന്തരം പുതുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ശരീരത്തിലെ കോശങ്ങളൊക്കെയും നശിക്കുന്നു, പുതിയ കോശങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. നമ്മുടെ ചർമ്മം പോലും മാറിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു നമ്മൾ. അപ്പോൾ ഒരു ശരീരം ഇവിടെ നിലനിൽക്കുന്നില്ല. ശരീരപ്രധാനമല്ല മനുഷ്യൻ്റെ കർമ്മങ്ങൾ, ശരീരപ്രധാനമല്ല മനുഷ്യൻ്റെ ജീവിതം, ശരീരപ്രധാനമല്ല മനുഷ്യൻ്റെ ബോധം, എല്ലാം വ്യത്യസ്തമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അൾഷിമേഴ്സ് പോലുള്ള, പാർക്കിൻസൺസ് പോലുള്ള, ഡിമെൻഷ്യ പോലുള്ള രോഗങ്ങൾ മനുഷ്യനെ ബാധിക്കുന്നു. ഈ രോഗങ്ങൾ ബാധിക്കുമ്പോൾ മനുഷ്യൻ്റെ ശരീരത്തിന് വലിയ പ്രശ്നമൊന്നും കാണുന്നില്ല. നമ്മൾ സ്കാൻ ചെയ്ത് നോക്കിയാൽ തലച്ചോറിൻ്റെ ഒരു ഭാഗത്ത് ചെറിയ ചുരുക്കമുണ്ടെന്നൊക്കെ പറയുമെങ്കിലും ശരീരമൊക്കെ അങ്ങനെയാണ്. ഭക്ഷണം കഴിക്കുന്നിടത്ത് പ്രശ്നമില്ല, വിസർജ്യങ്ങൾക്ക് പ്രശ്നമില്ല, എല്ലാം. പക്ഷേ അവൻ്റെ ഓർമ്മ നഷ്ടപ്പെട്ടു പോകുന്നു. അവൻ്റെ അവൻ ഈ ലോകവുമായിട്ടുള്ള സകല ബന്ധങ്ങളും വിച്ഛേദിക്കപ്പെടുന്നു. ആലോചിച്ച് നോക്കൂ, എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ആത്മാവ് ഈ ലോകവുമായുള്ള ബന്ധത്തിൽ കാര്യമായ തകരാറ് സംഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ അത് വിച്ഛേദിക്കപ്പെടുമ്പോൾ, ആ ഒരു കണക്ഷൻ ഇല്ലാതായി പോകുമ്പോൾ സംഭവിക്കുന്നതാണത്. അതിന് ഭൗതികമായ ഒരുപാട് കാരണങ്ങളുണ്ട്. ഇപ്പോൾ സ്വപ്നം പോലും നമുക്ക് നാം ഉറക്കത്തിൽ കാണുന്ന സ്വപ്നത്തിന് പോലും കൃത്യമായ നിർവചനം ശാസ്ത്രത്തിൽ ഇന്നേവരെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇത് ശാസ്ത്രത്തിൻ്റെ പോരായ്മയല്ല, അത് സാധ്യമല്ല. സിഗ്മണ്ട് ഫ്രോയിഡ് എത്ര ശ്രമിച്ചു സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം എഴുതിയില്ലേ? അവസാനം അദ്ദേഹത്തിന് എഴുതേണ്ടി വന്നില്ലേ? അദ്ദേഹം സ്വപ്നത്തെക്കുറിച്ച് പറഞ്ഞ് അവസാനം മരിക്കുന്ന സമയത്ത് അദ്ദേഹം എഴുതി, ഇത് മനുഷ്യന് സാധ്യമല്ല, എന്തൊക്കെയോ നിഗൂഢതകൾ ഇതിന് പിറകിലുണ്ടെന്ന് അദ്ദേഹത്തിന് പറയേണ്ടി വന്നില്ലേ? എന്ന് വെച്ചാൽ എന്തൊക്കെയോ നിഗൂഢതകൾ ഈ പ്രപഞ്ചത്തിലുണ്ട്. മനുഷ്യൻ്റെ ശരീരത്തെ മാത്രം ആധാരമാക്കിയുള്ള ഈ പൗരോഹിത്യ മതമുണ്ടല്ലോ, അത് ഒരിക്കലും പൗരോഹിത്യ മതം പറയുന്നത് പോലെ ശരീരപ്രധാനമല്ല. രക്ഷയും ശിക്ഷയുമെല്ലാം ആത്മാവുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് ഖബറിൽ അത്തരത്തിലുള്ള യാതൊരു ശിക്ഷയുമില്ല. അദ്നാൻ ഇബ്രാഹിം ഇന്നും ജീവിക്കുന്ന പണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ കേട്ട് നോക്കൂ. അദ്നാൻ ഇബ്രാഹിം അദ്ദേഹം പറയുന്നു, ഖുർആനികമായി ഇത് തെളിയിക്കുക സാധ്യമല്ല. ആകപ്പാടെ ഖുർആനികമായിട്ട് പറയുന്ന ഒരു തെളിവുണ്ട്. എന്താണെന്നറിയോ? അന്നാറു യുറദൂന അലൈഹാ ഗുദുവൻ വഅശിയ്യ വയൗമ തഖൂമു സ്സാഅത്തു ഉദ്ഖിലു ആല ഫിർഔന അശദ്ദൽ അദാബ്. ഫിർഔനിന് രാവിലെയും വൈകുന്നേരവും നരകം ഇങ്ങനെ കാണിച്ചു കൊടുക്കും. അത് ഖബറിലല്ലേ എന്നാണ്. അത് ജീവിതകാലത്തായിരുന്നു. എന്ന് വെച്ചാൽ ഫിർഔൻ നിരന്തരമായി സ്വർഗനരകങ്ങളെക്കുറിച്ച്, രക്ഷാശിക്ഷകളെക്കുറിച്ച്, പരലോകത്തെക്കുറിച്ച്, വിചാരണയെക്കുറിച്ച്, അവനവൻ്റെ കർമ്മങ്ങളുടെ ഫലത്തെക്കുറിച്ചൊക്കെ നിരന്തരമായി ഉത്ബോധനം കേട്ടയാളാണ്. അതേ സംബന്ധിച്ചാണ് പറഞ്ഞത്, പരലോകത്തെത്തിയാൽ അതിന് ഫലമുണ്ടാകും എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇത് നമുക്കൊക്കെ ബാധകമാണ്. എന്ന് വെച്ചാൽ ഖബറുമായി ബന്ധപ്പെട്ട് മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ എല്ലാം കഴിഞ്ഞില്ലേ? പിന്നെ ഈ ശരീരത്തിന് എന്തെങ്കിലും അനുഭവിക്കാൻ കഴിയുമോ? കേൾക്കൂല. ഖുർആൻ തന്നെ പറയുന്നു, കേൾക്കൂല. മരിച്ച ആളെ കേൾപ്പിക്കാൻ കഴിയില്ല, കാണില്ല. ഇന്ദ്രിയങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയി, സംവേദനക്ഷമത ഇല്ലാതായി പോയി. അങ്ങനെയുള്ള ശരീരത്തെ മരിച്ച് ഖബറിൽ വെച്ചാൽ 3-4 ദിവസം കൊണ്ട് അതങ്ങ് ഇല്ലാതായി പോകും. അപൂർവം ചില ശരീരങ്ങൾ ആ ശരീരത്തിലുള്ള ചില രാസപ്രവർത്തനങ്ങളുടെ ഫലമായി അങ്ങനെ മണ്ണിനോട് ലയിക്കാതെ നിലനിൽക്കുന്നതായിട്ട് ചിലയിടത്തൊക്കെ കണ്ടുവരുന്നു എന്ന് പറയപ്പെടുന്നു. അതൊക്കെ അത്യപൂർവം അപവാദങ്ങളാണ്. അത് ആ ശരീരത്തിൻ്റെ ചില രാസഘടകങ്ങളുമായി ബന്ധപ്പെട്ട ചില സംഗതികൾ മാത്രമാണ്. ബഹുഭൂരിപക്ഷം 99.99% ശരീരവും മണ്ണിനോട് ലയിച്ചു പോകുന്നു. എന്ന് മാത്രമല്ല, മക്കയിലെ ജന്നത്തുൽ ബഖിയ ഉൾപ്പെടെയുള്ള, ജന്നത്തുൽ മുഅല്ല ഉൾപ്പെടെയുള്ള ഖബറുകളിൽ ഇപ്പോഴും മറമാടുന്നുണ്ടല്ലോ. ആ മറമാടുന്നിടത്ത് മുഴുവനും പെട്ടെന്ന് ദ്രവിച്ചു പോകാൻ, പെട്ടെന്ന് ലയിച്ചു പോകാൻ, പെട്ടെന്ന് മണ്ണിലേക്ക് ലയിക്കാൻ ഒരുതരം രാസ പൗഡർ ഇട്ടിട്ടാണ് വെക്കുന്നത്. അത് പെട്ടെന്ന് പോകും. 1-2 ആഴ്ച കൊണ്ട് മണ്ണിലേക്ക്, പിന്നെ പൊടി പോലും ഉണ്ടാവില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ പറയുന്ന കഥയുടെ യാഥാർത്ഥ്യം ഇവിടെ. അപ്പോൾ ഖബറുമായി ബന്ധപ്പെട്ട് മനുഷ്യർക്ക് യാതൊരു തരത്തിലുള്ള രക്ഷാശിക്ഷകളും വിചാരണയും ചോദ്യവും ഒന്നും ഉണ്ടാകുന്നതിനെ സംബന്ധിച്ചുള്ള ഒരു സൂചനയും ഖുർആനിലില്ല. എന്ന് മാത്രമല്ല, അങ്ങനെയൊന്നും ഉണ്ടാവുകയില്ല എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ പരാമർശങ്ങൾ ഖുർആനിലുണ്ട്. ഇതാണ് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. മരണമെന്ന് പറയുന്നത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ദൈവികമായ പ്രണയത്തിൻ്റെ പാത സ്വീകരിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം മരണമെന്ന് പറയുന്നത് വളരെ രസകരമായ, ലഹരിയുണ്ടാക്കുന്ന ഒരനുഭവമായിട്ട് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് മരണത്തെക്കുറിച്ച് നമുക്ക് അടുത്തയാഴ്ച പറയാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. മരണവുമായി ബന്ധപ്പെട്ട് പരലോകവുമായി ബന്ധപ്പെട്ട വിചാരണയെ സംബന്ധിച്ചാണ് നാം ആലോചിക്കേണ്ടത്. അതേ സംബന്ധിച്ചാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. ഖബർ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമേ ആകരുത്. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും
വാസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ സയ്യിദിൽ കൗനൈനി മഹ്ബൂബി റബ്ബിൽ മശ്രിഖൈനി വൽ മഗ്രിബൈൻ ഖാതമിൽ അംബിയാഇ സയ്യിദിൽ മുർസലീൻ മുറാദിൽ മുഷ്താഖീൻ മഹ്ബൂബിൽ ആശിഖീൻ ജദ്ദിൽ ഹസനി വൽ ഹുസൈൻ സാഹിബിൽ ഹറമൈനി വബ്നി ദബ്ബിഹൈൻ സയ്യിദിനാ മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി ബിൻ അബ്ദുൽ മുത്തലിബ് സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസഹ്ബിഹി الذين جاهدوا بأموالهم في سبيل الله وباعوا نفوسهم لدين الهدى رضي الله عنهم ورضوا عنه ذلك لمن خشي ربه إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. സഹോദരങ്ങളെ, തഖ്വയുള്ളവരായിരിക്കണമെന്നൊന്നുകൂടി ഉണർത്തുകയാണ്. ഇതൊക്കെ പറയുമ്പോൾ ആളുകൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, അപ്പോൾ ഖബർ സിയാറത്തിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? ഖബർ സിയാറത്ത് നല്ലതാണ്. എങ്ങനെയാണത് നന്നാവുക? അത് രണ്ട് കാരണങ്ങളാലാണ്. ഒന്ന്, സ്മരണകളുണ്ടായിരിക്കണം, ഓർമ്മകളുണ്ടായിരിക്കണം. ഒരു ഖബർ എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതമാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കാൻ, അദ്ദേഹത്തിൻ്റെ സംഭാവനകളെക്കുറിച്ച് ഓർക്കാൻ, അദ്ദേഹത്തിൻ്റെ രീതിശാസ്ത്രങ്ങളെക്കുറിച്ച് ഓർക്കാനൊക്കെ അത് കാരണമാകും. രാജ്ഘട്ടിൽ പോകുമ്പോൾ നാം ഗാന്ധിജിയെ കൂടുതലായി ഓർക്കും. ഗാന്ധിജിയെക്കുറിച്ച് പഠിച്ചവർ, അറിഞ്ഞവർ അവിടെ വൈകാരികമായ ഒരു തലത്തിലൂടെ കടന്നു പോകും. മദീനയിൽ പോകുമ്പോൾ റസൂലുള്ളയുമായി ആത്മബന്ധമുള്ള ആളുകൾക്ക് വല്ലാത്തൊരു ഉൾപ്പുളകമുണ്ടാകും. പ്രവാചക സന്നിധിയിലെന്ന പോലുള്ള ഒരു ഫീലിംഗ് ഉണ്ടാകും. അതങ്ങനെയാണ്. അപ്പോൾ ഖബർ എന്ന് പറയുന്നത് ഒരു സ്മരണയാണ്, സ്മാരകമാണ്, ഓർമ്മകളാണ്, ചരിത്രത്തിൻ്റെ വലിയ അടയാളങ്ങളാണ്. അതുകൊണ്ട് ഖബർ സന്ദർശിക്കണം, കുടീരങ്ങൾ സന്ദർശിക്കണം. രണ്ടാമത്തത്, നമ്മുടെ ജീവിതത്തിൻ്റെ നശ്വരതയെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണത്. ലി അന്നഹാ തുദക്കിറുക്കുമുൽ മൗത്ത്. അതാണ് പ്രവാചകൻ അടയാളപ്പെടുത്തിയത്. കുന്തു ലഹൈതുക്കും അൻ സിയാറത്തിൽ ഖുബൂരി ഫസൂറുഹാ ലി അന്നഹാ തുദക്കിറുക്കുമുൽ മൗത്ത്. മുമ്പ് പോകരുതെന്ന് ഞാൻ പറഞ്ഞിരുന്നു, അപ്പം നിങ്ങൾ പോയിക്കോളി എന്ന് ഞാൻ പറയും. കാരണം അത് മരണത്തെ ഓർമ്മപ്പെടുത്തും. നമ്മുടെ ജീവിതത്തിൻ്റെ നശ്വരത, നമ്മുടെ ജീവിതത്തിൻ്റെ താൽക്കാലിക സ്വഭാവം, അത് നമ്മെ ഓർമ്മപ്പെടുത്താനുള്ള ഒരു ഉപാധി കൂടിയാണത്. അത് തീർത്തും ആധ്യാത്മികമായ മറ്റൊരു വശമാണ്. അപ്പോൾ ഏത് കുടീരങ്ങൾ സന്ദർശിക്കുന്നതിനും രണ്ട് ലക്ഷ്യങ്ങളുണ്ട്. ഒന്ന്, ആ കുടീരവുമായി ബന്ധപ്പെട്ട വലിയ ഓർമ്മകൾ ഈ സമൂഹത്തിൽ തങ്ങി നിൽക്കുന്നതിന് അത് കാരണമാകും. അതുകൊണ്ടാണ് കുടീരങ്ങൾ പൊളിക്കുന്നത്. പല ഭരണകൂടങ്ങളും ആദ്യം വന്നു കഴിഞ്ഞാൽ അവർക്ക് എതിരിലുള്ള ആളുകളുടെ കുടീരങ്ങൾ പൊളിച്ചു മാറ്റുന്നത് നമുക്ക് കാണാം. എന്താണത്? ഓർമ്മകളില്ലാതാക്കുക എന്നുള്ളതാണ്. ഓർമ്മകളെന്ന് പറയുന്നത്, സ്മരണകളെന്ന് പറയുന്നത് ഭയപ്പെടേണ്ടുന്നൊരു സംഗതിയാണ്. അതുകൊണ്ട് ഓർമ്മകളില്ലാതാക്കാൻ ആദ്യം ചെയ്യുന്നത് കുടീരങ്ങൾ മാറ്റുക എന്നുള്ളതാണ്. നമ്മുടെ ലോകത്തിൻ്റെ പല ഭാഗത്തും നമുക്കത് കണ്ടുവരുന്നുണ്ട്, പണ്ടും നമ്മൾ കണ്ടതാണ്. രണ്ടാമത്തതിൻ്റെ വശം നമ്മുടെ നശ്വരതയെക്കുറിച്ചുള്ള, നമ്മുടെ ജീവിതത്തിൻ്റെ താത്കാലിക സ്വഭാവത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ ഉണ്ടാകും എന്നുള്ളതാണ്. അതുകൊണ്ട് ഖബർ സിയാറത്ത് എന്ന് പറയുന്നത് മറ്റെന്തോ ഒരു കാര്യമായിട്ടൊന്നും പരിഗണിക്കേണ്ടതില്ല. പ്രവാചകൻ അത്രയേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെയാണ് അത് അടയാളപ്പെടുത്തപ്പെടേണ്ടത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിൽ ഹാജാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അഖിമിസ് സ്വലാഹ്.